രാവിലെ തന്നെ ഈ കോഫിയും കൊണ്ട് ഞാൻ നേരെ പോകുന്നത് കപ്പലിലെ ഡെക്കിലോട്ടാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ഗൈസ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കപ്പൽ ഇവിടെ നിന്ന് പുറപ്പെടുകയാണ്. അപ്പോൾ അതിനു മുമ്പേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ലൈക്കും കൂടെ ഒന്ന് തട്ടിവിട്ടേക്ക്. ഇത്തവണ കപ്പലിൽ ലോഡ് നേരത്തെ കിട്ടി, അതായത് 25 ദിവസം കൊണ്ട് തന്നെ ഞങ്ങളുടെ കപ്പൽ ഫുള്ളായി. അതായത് 6000 ടൺ ടൂണ ഫിഷാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ കയറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങളിപ്പോൾ നേരെ പോകാൻ പോകുന്നത് മൗറീഷ്യസ് എന്ന രാജ്യത്തിലാണ്. കഴിഞ്ഞ തവണത്തെ ലോഡ് എടുക്കാൻ പോയപ്പോൾ മാൽദീവ്സിലായിരുന്നു പോയത്. മാൽദീവ്സിലും സെഷലിലും അങ്ങനെ 2 രാജ്യത്ത് നിന്നാണ് ഞങ്ങൾക്ക് ഈ 6000 ടണ്ണ് കിട്ടിയത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒറ്റയടിക്ക് തന്നെ ഞങ്ങൾക്ക് കിട്ടി. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം 45-50 ദിവസമായി നമുക്ക് ലോഡ് ഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടി. പക്ഷേ ഇത്തവണ 25 ദിവസം കൊണ്ട് തന്നെ അടിപൊളിയായിട്ട് ഫുൾ ലോഡും കിട്ടി. കപ്പൽ ഇപ്പോൾ ആങ്കറേജിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ പോർട്ട് ക്ലിയറൻസ് പേപ്പറിന് വേണ്ടിയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. വൺസ് ആ പേപ്പർ വന്നതിന് ശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് ഉടൻ തന്നെ പുറപ്പെടുകയാണ്. അപ്പോൾ അടുത്ത 5 ദിവസം കടലിലായിരിക്കും, നെറ്റ് കിട്ടത്തില്ല, വീഡിയോ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്താണ് വെക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോഴേക്കും ഞങ്ങളുടെ കപ്പൽ ഇവിടെ നിന്ന് പുറപ്പെട്ടിരിക്കും. കപ്പൽ ഇപ്പോൾ ലോഡ് ഇറക്കാൻ പോകുന്നത് മൗറീഷ്യസ് ആയിരുന്നാലും മൗറീഷ്യസിന് തൊട്ടടുത്താണ് മഡഗാസ്കർ. അവിടെ ഒരു വലിയ സൈക്ലോൺ ഇപ്പൊ നിലവിലുണ്ടെന്നാണ് ഞങ്ങൾക്ക് ന്യൂസ് കിട്ടിയത്. അപ്പൊ ആ കൊടുങ്കാറ്റിന്റെ എഫക്ട് ഇങ്ങോട്ട് വരാനും ചാൻസ് ഉള്ളതുകൊണ്ട് ഇപ്പൊ ക്യാപ്റ്റൻ രാവിലെ തന്നെ ഞങ്ങൾക്ക് ഓർഡർ തന്നിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഷിപ്പിലെ എല്ലാ സാധനങ്ങളും നല്ല ടൈറ്റ് ആയിട്ട് കെട്ടിവെക്കണം. കാരണം റോളിങ്ങും പിച്ചിങ് ഒക്കെ വരുന്ന സമയത്ത് എല്ലാം തെറിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഡെക്കിലെ എല്ലാ ഐറ്റംസും നല്ല സെക്യൂർ ആയിട്ട് വെക്കാനാണ് ക്യാപ്റ്റന്റെ ഉത്തരവ്. അടുത്ത വീഡിയോ ഞാൻ മൗറീഷ്യസ് എന്ന രാജ്യത്തിൽ എത്തിയതിനു ശേഷമായിരിക്കും ഇടുന്നത്. അപ്പൊ ബൈ ഗൈസ്, വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പൊ പുതിയ വീഡിയോയുമായി കാണുന്നവരെ സൈനിങ് ഓഫ്.